എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കാവേരി ജയപാലൻ്റെ കയ്യിൽ നിന്നും അവൾക്കും കുടുംബത്തിനും അവകാശപ്പെട്ട പണം എങ്ങനെ തിരിച്ചു വാങ്ങുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കാവേരി സഹായിക്കാനായിട്ട് SI ചാരുലതയുമുണ്ട്. പക്ഷേ കാവേരി കഷ്ടപ്പെട്ട് കണ്ടെത്തിയ തെളിവുകളെല്ലാം ജയപാലൻ അയാളുടെ ഒരു ജോലിക്കാരനെ കൊണ്ട് മോഷ്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കാവേരിയുടെ കയ്യിൽ നിന്ന് അതെല്ലാം നഷ്ടപ്പെടുകയും അതുമാത്രമല്ല ശിവരാമേട്ടനാണെങ്കിൽ ജയപാലൻ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് മൊഴി പറയാനായിട്ട് വരുന്നുമില്ല. ഇതെല്ലാം കാവേരി ആകെ തളർത്തി കളയാണ്. ഇനി എന്ത് ചെയ്യും? ഈ പണം തനിക്ക് കിട്ടില്ലേ എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് കാവേരി പോകുന്നത്. ശിവരാമേട്ടൻ തന്നോട് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊരു ചിന്ത കാവേരിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇപ്പം ഗംഗയ്ക്കും വിനീതിനുമൊക്കെ ഇനി ഈ പണം തിരിച്ച് കിട്ടില്ല എന്ന് തന്നെയാണ് ചിന്ത കേട്ടോ. പക്ഷേ ഈ പണം കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നിളയുടെ ഓപ്പറേഷൻ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുള്ളതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ കാവേരി വീണ്ടും ഇറങ്ങുകയാണ്. SI ചാരുലതയും കാവേരിക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. കാവേരിയുടെ ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആർക്കും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. തെളിവുകൾ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് കണ്ടെത്താം, ഞാൻ കൂടെ തന്നെയുണ്ട്. അതുപോലെ കുട്ടിക്ക് വേണ്ടി മൊഴി പറയാമെന്ന് പറഞ്ഞ ആ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവരെ പോയി കുട്ടി കാണണം, അവരോട് സംസാരിക്കണം എന്ന് തീർത്ത് പറയാണ്. അപ്പം ചാരുലതയുടെ ആ സംസാരവും ഒക്കെ കാവേരിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. തനിക്ക് സപ്പോർട്ടായിട്ട് സഹായമായിട്ട് SI ചാരുലത ഉണ്ടല്ലോ എന്നൊരു ചിന്ത കടന്നു വരിക. അതുകൊണ്ട് തന്നെ ആദ്യം ശിവരാമേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കാവേരി കയറി ചെല്ലുന്നത്. അപ്പോൾ കാവേരി കാണുമ്പോൾ തന്നെ കുറ്റബോധത്തോടു കൂടി തല കുനിച്ച് നിൽക്കുകയാണ്. ശിവരാമേട്ടൻ അവിടെ വന്ന് സകല കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത് എന്ന് കാവേരി ചോദിക്കുകയാണ്. കുഞ്ഞിന് ഞാൻ വാക്ക് തന്നതാ ജയപാലൻ്റെ സകല ചതികളും പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാമെന്ന്. പക്ഷേ ആ ജയപാലൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കുഞ്ഞെ, അയാളൊരു ദുഷ്ടന. എൻ്റെ ഭാര്യയും മക്കളെയും പിടിച്ച അയാൾ ഭീഷണിപ്പെടുത്തിയത്. അവരുടെ ജീവിതം വെച്ച് കളിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? ഞാൻ ഈ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടല്ലേ എന്നും പറഞ്ഞ് ആ മനുഷ്യൻ കാവേരിയുടെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കാവേരിക്കും സഹതാപവും ഭാവവും ഒക്കെ തോന്നാണ്. കാവേരി പറയും, സാരമില്ല, ശിവരാമേട്ടൻ വീണ്ടും എന്നെ ചതിച്ചതാണോ എന്നറിയാനായിട്ടാണ് ഞാൻ വന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നല്ലോ, പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ ആരും എടുക്കുന്ന തീരുമാനമേ ശിവരാമേട്ടനും എടുത്തുള്ളൂ എന്ന് പറയാം. എന്നിട്ട് കാവേരി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പം പെട്ടെന്ന് പറയും, കുഞ്ഞെ, എൻ്റെ അരവിന്ദ സാറ് ആ മനുഷ്യന് നീതി കിട്ടണം, അതിനുവേണ്ടി എവിടെ വന്നും എന്നും പറയാൻ ഞാൻ തയ്യാറാ. ഈ തവണ എനിക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ജയപാലൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങനെയല്ല, എനിക്ക് എവിടെയും വന്ന് പറയാനുള്ളൊരു അവസരം മോൾ ഉണ്ടാക്കി തന്നാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ ഞാൻ സഹായിക്കാം എന്ന് ആ മനുഷ്യൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ കാവേരിക്കും സന്തോഷമാവുകയാണ്. അതുപോലെ തന്നെ ജയപാലൻ ആ ബാങ്ക് മാനേജറെ മാറ്റിക്കുന്നുണ്ട്. അയാളെയും എങ്ങനെയും കാവേരിക്ക് കണ്ടെത്തണമല്ലോ. കാവേരി അതിനായിട്ട് അന്വേഷിച്ചിറങ്ങുകയാണ്. പല വഴിക്ക് കാവേരിയാണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയം കാവേരിയുടെ അച്ഛൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫോണും ഡയറിയും ഈ കാര്യങ്ങളൊക്കെ എവിടെയെന്ന് കണ്ടെത്താൻ SI ചാരുലതയും അതിൻ്റെതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ജയപാലൻ കാവേരി എന്ന ശല്യം എന്നേക്കുമായി ഒഴിവാക്കി. ഇനി കാവേരി പണം ചോദിച്ച് തൻ്റെ മുന്നിൽ വരത്തില്ല എന്ന അഹങ്കാരത്തോടു കൂടി തന്നെ രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണം ആർഭാടപൂർവ്വം പുഷ്പവാടി അറിഞ്ഞു നടത്താനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കല്യാണം ഏകദേശം അടുത്തിട്ടുണ്ട്. മറ്റന്നാൾ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. ജയപാലൻ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കാവേരിയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുമില്ല. ഇനി കാവേരിക്ക് ആ തെളിവുകളൊന്നും ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇത്തവണ ജയപാലനുണ്ട്. താൻ കാവേരിയുടെ പിന്നാലെ നടന്ന് വെറുതെ തൻ്റെ സന്തോഷങ്ങൾ കളയരുത്. തൻ്റെ ഏക മകളുടെ കല്യാണം അത്രയ്ക്ക് ഗംഭീരമായി നടത്തണം, അതിലൊരു കുറവും വരുത്തരുത് എന്നുള്ള ചിന്ത മാത്രമേ ജയപാലൻ ഇപ്പോഴുള്ളൂ. അങ്ങനെ ആ രീതിയിലുള്ള ആഡംബരപൂർവ്വമുള്ള ഒരു കല്യാണം തന്നെയാണ് കേട്ടോ ജയപാലൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം രാഗിണിയാണെങ്കിൽ നിവിനുമൊപ്പമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് ഇപ്പം തന്നെ സ്വപ്നലോകത്താണെന്ന് തന്നെ പറയാം. അത്രയേറെ നിവനെ രാഗിണി ആഗ്രഹിക്കുന്നുണ്ട്. നിവനെയും സ്വപ്നം കണ്ടാണ് രാഗിണിയുടെ നടപ്പ് പോലും. ഇതേ സമയം കല്യാണ ദിവസം അടുക്കും തോറും നിവന് നല്ല നിരാശയാണ്. സമയം നമ്മുടെ നിവിനാണെങ്കിൽ പല രീതിയിലുള്ള സമ്മർദ്ദമാണ് വീട്ടിൽ നിന്നുണ്ടാകുന്നത്. അപ്പം ഒരു രീതിയിലും നിവിൻ തങ്ങളുടെ വഴിക്ക് വരാതെ വരുമ്പം വേദനയോടുകൂടി രാജേശ്വരി ഒരു കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൂടിയാകുമ്പം എല്ലാവരും നിവിനെ വല്ലാതെ ഒറ്റപ്പെടുത്താണ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിൻ്റെ അമ്മ അത്രയേറെ വേദനിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് സ്വന്തം അച്ഛൻ പോലും കുറ്റപ്പെടുത്തുമ്പം തൻ്റെ അമ്മയുടെ അവസ്ഥയിൽ നിവിനും ഇഷ്ടമില്ലാതെ
ശാരദയും രാഗിണിയെ കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയുവേ. ഇതേ സമയം കാവേരി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഓരോരോ അന്വേഷണങ്ങളിലാണ് കേട്ടോ. അങ്ങനെ കാവേരിയുടെയും SI ചാരുലതയുടെ സഹായത്തോടെയുള്ള അന്വേഷണത്തിൻ്റെ ഫലമായി അവിടെ നിന്നും സ്ഥലം മാറിപ്പോയ ആ ബാങ്ക് മാനേജറെ നമ്മുടെ കാവേരി കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞ് ജയപാലൻ എനിക്കിട്ട് പണി തന്നതാ കുട്ടി. അയാൾ മോൾക്ക് അനുകൂലമായിട്ട് ഞാൻ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനൊരു ചതി ചെയ്തത്. എനിക്ക് ഒരു രീതിയിലും അവിടെ എത്താൻ പറ്റാത്ത അവസ്ഥയായി പോയി എന്ന് പറയണ. സാരമില്ല സാർ, സാറിൻ്റെ മനസ്സിൽ എന്നെ സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി എന്ന് പറയാം. ഇനിയും ഒരവസരം വന്നു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ജയപാലനെതിരായിട്ട് ഞാൻ സംസാരിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ ആ ബാങ്ക് മാനേജരും കാവേരിക്ക്. അങ്ങനെ കാവേരിയുടെ മുന്നിൽ വീണ്ടും വഴികളൊക്കെ തുറന്നു വരികയാണ്. ഇതേ സമയം SI ചാരുലതയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഫോണും അതുപോലെ ഡയറിയും തിരിച്ചു കിട്ടുന്നുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തെളിവുകളെല്ലാം വീണ്ടും തങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കാവേരിയുടെ മനസ്സിൽ വീണ്ടും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുകയാണ്. ഇതേസമയം നമ്മുടെ കാവേരി തൻ്റെ ഈ ഓട്ടപ്പാച്ചിലൊന്നും വീട്ടിൽ കൂടുതലായിട്ട് അറിയിക്കുന്നില്ല. കറക്റ്റ് സമയത്ത് കാശ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്നേഹതീരത്ത് എല്ലാവരും പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. എത്രയും വേഗം തിരുവനന്തപുരത്ത് ചെന്ന് ഡോക്ടറെ കാണണം, അത് മാത്രമേ അവരുടെയൊക്കെ മനസ്സിലുള്ളൂ. അപ്പോൾ പോകാൻ താല്പര്യമില്ലാത്ത 2 പേരുണ്ട് സ്നേഹതീരത്ത്. ഒന്ന് യമുന. നീവിനുള്ള ഈ നാട് വിട്ട് എവിടെയും പോകാനായിട്ട് നമ്മുടെ യമുനയ്ക്ക് സാധിക്കില്ല. അതുപോലെ വിനീതും ജനിച്ചു വളർന്ന ഈ നാടും തൻ്റെ അമ്മ താമസിക്കുന്ന വീടും എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ബേബി ചേട്ടനും. സലിമിക്കയും തൻ്റെ കടയും ഒക്കെ പുഷ്പവാടിയിലാണ്. നമ്മുടെ വിനീതിന് അതൊക്കെ ഉപേക്ഷിച്ചുള്ള യാത്ര മനസ്സിന് അത്രയധികം വേദന നൽകുന്നതാണ്. പക്ഷേ ഈ പെണ്ണുങ്ങളെ മാത്രം അറിയില്ലാത്തൊരു നഗരത്തിലേക്ക് തനിക്ക് പറഞ്ഞയക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഇഷ്ടമില്ലാതെയും വിനീത് പോകാനായിട്ട് ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയൂട്ടോ. ശാരദയാണെങ്കിൽ അത്രയേറെ മനസ്സ് മടുത്താണ് പുഷ്പവാടി വിട്ടു പോകാനായിട്ട് പോകുന്നത്. ഇനി ഒരിക്കലും തനിക്ക് പുഷ്പവാടിയിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വരരുതെന്ന് പോലുമാണ് ശാരദയെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ഒരു പറിച്ചു നടലിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇടയിലും നമ്മുടെ കാവേരി ആണെങ്കിൽ എങ്ങനെയും ആ പൈസ ജയപാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് അത്രയേറെ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തെളിവുകളെല്ലാം സൃഷ്ടിച്ച സ്ഥിതിക്ക് എത്രയും വേഗം ജയപാലൻ്റെ മുന്നിൽ പോയി തനിക്ക് അയാൾക്കെതിരെ സംസാരിക്കണം. അയാളെ ജയിലിലാക്കണമെന്നോ കേസ് കൊടുക്കണമെന്നോ ഒന്നും തനിക്കില്ല. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം അത് തനിക്ക് തിരിച്ചു കിട്ടണം. എങ്കിൽ മാത്രമേ നിളയുടെ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ കാവേരി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിനീതിൻ്റെയും അതുപോലെ തന്നെ രാഗിണിയുടെയും കല്യാണ ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ. അന്ന് തന്നെയാണ് സ്നേഹതീരത്തു നിന്ന് എല്ലാവരും തിരുവനന്തപുരത്തേക്ക് എന്നേക്കുമായി പോകാനായിട്ടും ഒരുങ്ങുന്നത്. അപ്പം ആ ദിവസം തന്നെ അവർ പൈസ ചോദിക്കാനായിട്ട് ആ കല്യാണ മണ്ഡപത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പം രാഗിണിയും വിനീതും ഗംഗയും ചെല്ലുന്നത്. അപ്പം അവരെ കാണുമ്പം ജയപാലൻ അഹങ്കാരത്തോടു കൂടി അടുത്തേക്ക് ചെല്ലുക. നിന്നെ ഒന്നും ഞാൻ കല്യാണം വിളിച്ചിട്ടില്ലായിരുന്നല്ലോ, വിളിച്ചില്ലെങ്കിലും വന്ന സ്ഥിതിക്ക് ഉണ്ടിട്ട് പോയാൽ മതി എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരി പറയും, നിങ്ങളുടെ മകളുടെ കല്യാണം കൂടി ആഹാരം കഴിച്ചിട്ട് പോകാനായിട്ടല്ല ഇങ്ങോട്ട് വന്നത്. എൻ്റെ അച്ഛനെ ചതിച്ചും പറ്റിച്ചും താൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഞങ്ങൾക്ക് തിരിച്ചു മേടിക്കാനായിട്ട് തന്നെയാ വന്നത് എന്ന് പറയാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമൊക്കെ ആയോ? ഒരിക്കൽ നീ അതിനൊന്ന് ശ്രമിച്ചതല്ലേ, എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് SI ചാരുലത മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് പറയും, ജയപാലനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്ന് പറയാം. അത് കേൾക്കുന്ന ജയപാലൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇന്ന് തൻ്റെ മകളുടെ കല്യാണമാണ്. ഈ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തൻ്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷത്തെ സാരമായി തന്നെ ബാധിക്കും എന്ന് ജയപാലൻ അറിയാം. പെട്ടെന്ന് SIയോട് ചോദിക്കും, എൻ്റെ പേരിൽ അറസ്റ്റ് വാറന്റോ? അല്ല മേഡം, എന്തുദ്ദേശത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാം. തങ്ങൾക്കെതിരെ ഈ നിൽക്കുന്ന കാവേരിയും കുടുംബവും ഒരു കേസ് തന്നിട്ടുണ്ട്. അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്ന് പെട്ടെന്ന് പറയണം. എന്ത് തെളിവുകളാ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് മേഡത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഫോൺ റെക്കോർഡും അതുപോലെ ഡയറിയും എല്ലാം ജയപാലനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വോയിസ് കേൾക്കുന്ന നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ജയപാലൻ ചതിച്ചാണ് അരവിന്ദൻ മരിച്ചതെന്ന ബോധ്യം ആ പുഷ്പവാടിയിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുക. ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന രാജേശ്വരിക്കും തൻ്റെ സഹോദരൻ്റെ ഇത്രയും നീചമായൊരു മുഖം കണ്ട് അത്രയധികം അവജ്ഞ തോന്നുവാണ് കേട്ടോ. പെട്ടെന്ന് ജയപാലൻ പറയും, ഇതൊന്നും കള്ളമാണ് മാഡം, ഒരിക്കലും ഇതൊന്നും സത്യമല്ല എന്ന് പറയാം. എന്ത് കള്ളം? ഇതിൽ കറക്റ്റ് സമയവും അതുപോലെ തന്നെ മരിച്ചുപോയ അരവിന്ദൻ ഈ വോയിസ് റെക്കോർഡ് താങ്കൾക്ക് അയച്ചതും തങ്ങളതിന് മറുപടി അയച്ചതും ഒക്കെ സമയവും സന്ദർഭവും എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തിനാണ് താൻ ഇനിയും കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്? മര്യാദയ്ക്ക് ഞങ്ങളുടെ
ഞങ്ങളുടെ കൂടെ വരിക, അല്ലെങ്കിൽ ഈ കുട്ടി ആവശ്യപ്പെട്ടതുപോലെ ഇവർക്ക് അവകാശപ്പെട്ട പണം തിരിച്ചു കൊടുക്കുക. ഏത് വേണമെന്ന് മിസ്റ്റർ ജയപാലന് തീരുമാനിക്കാം എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ആ ബാങ്ക് മാനേജരും അതുപോലെ ശിവരാമനും അങ്ങോട്ട് വരികയാണ്. അവരും ജയപാലൻ ചെയ്ത സകല കള്ളത്തരങ്ങളും നാട്ടുകാർക്കൊക്കെ വിളിച്ചു പറയാണ് കേട്ടോ. ജയപാലൻ അതുകൊണ്ട് തന്നെ ആകെ തകർന്ന് നിൽക്കുകയാണ്. കാരണം മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും അയാൾ അതിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയാണ്. പക്ഷേ ഇന്ന് തൻ്റെ മകളുടെ കല്യാണമാണ്. നാടും നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ തന്നെ തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വെളിയിലായതുകൊണ്ട് തന്നെ ജയപാലൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അവസാനം ജയപാലനാണെങ്കിൽ കാവേരിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. നിനക്ക് വേണ്ടത് നിന്റെ അച്ഛൻ്റെ പണമല്ലേ, അത് ഞാൻ തരാം, പക്ഷേ എൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരി പറയും, ഞങ്ങൾക്ക് ആവശ്യം പണം തന്നെയാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം. ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ആ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണം. അത് തിരിച്ചു കിട്ടിയ കഴിഞ്ഞാൽ തനിക്കെതിരെ കേസ് ഞങ്ങളും പിൻവലിക്കും എന്ന് കാവേരി ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പണം ജയപാലന് അന്ന് തന്നെ കൊടുക്കാൻ നിർബന്ധിതനാകുകയാണ്. അങ്ങനെ രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണ പന്തലിൽ വെച്ച് താൻ ചെയ്ത തെറ്റുകൾ നാട്ടുകാർ മുഴുവൻ തിരിച്ചറിയുക മാത്രമല്ല ആ പണവും തിരിച്ചു കൊടുത്ത് ജയപാലൻ അവിടെ ശരിക്കും നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാവേരി കുടുംബവും അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ കാവേരി തന്നെ ഒരു തവണ പോലും നോക്കുന്നില്ല എന്നത് നിവിനെ അത്രയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കല്യാണ ചെറുക്കൻ്റെ രൂപത്തിൽ രാഗിണിയുടെ അടുത്ത് നിൽക്കുന്ന നിവിനെ നമ്മുടെ കാവേരി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യങ്ങളെല്ലാം നാട്ടുകാരറിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. നിങ്ങളൊരു ചെറ്റയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു, എങ്കിലും ആ പാവം അരവിന്ദനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നാട്ടുകാർ പലരും നമ്മുടെ ജയപാലൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പം മറുപടി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ ജയപാലന് വരുന്നുണ്ട്. പെട്ടെന്ന് രാജേശ്വരി ജയപാലൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയായിരുന്നു ജയപാലേട്ട, പക്ഷേ ആ പാവം അരവിന്ദൻ ഏട്ടനെ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു. അദ്ദേഹം ആ പാവം മനുഷ്യനെ വഞ്ചിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ആ തോട്ടം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? പണത്തിനോട് സ്വത്തിനോട് നിങ്ങൾക്ക് ആർത്തിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. സ്വന്തം കൂട്ടുകാരനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചതിച്ച നിങ്ങൾ വേണമെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടി എൻ്റെ മകനെയും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരുങ്ങുമെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മകളുമായിട്ടുള്ള ഈ ബന്ധം ഇനി എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാം. അതിനുശേഷം നിവിനോട് എഴുന്നേൽക്കാനായിട്ട് രാജേശ്വരി തന്നെ ആവശ്യപ്പെടുകയാണ്. തൻ്റെ അമ്മ തന്നെ ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ അത്രയധികം നിവിന് സന്തോഷം തോന്നുവാണ്. ഇതേ സമയം രാഗിണിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിവിൻ്റെ കയ്യിൽ പിടിക്കുക. നിവിൻ എന്നെ ഉപേക്ഷിക്കരുത് എന്നും പറഞ്ഞ് കരയാണ്. രാഗിണിക്ക് അത്രയധികം ഇഷ്ടമാണ് കേട്ടോ നിവിനെ. എന്നാൽ നിവിനാണെങ്കിൽ രാഗിണിയുടെ കൈ പിടിപ്പിച്ച് രാജേശ്വരിയുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. പെട്ടെന്ന് പ്രവീണയും ജയപാലനും കൂടി രാജേശ്വരിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. രാജി, എന്തുണ്ടെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം. എൻ്റെ മകളുടെ കല്യാണം ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്താകും? നിന്നോട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിനക്ക് വേണ്ടി എന്ന് പറയാം. എനിക്ക് വേണ്ടി ചെയ്യേണ്ട ജയപാലേട്ടാ. നിങ്ങൾ ഇവന് വേണ്ടി എന്ത് സ്വത്ത് കൊടുത്താലും അതൊക്കെ മറ്റുള്ളവരുടെ കണ്ണീരിൽ കുതിർത്തതായിരിക്കും. ദൈവസഹായത്താൽ ജീവിക്കാനുള്ളതൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമായിട്ട് ഇനി ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല എന്ന് രാജേശ്വരി പറയാം. സഹോദര സ്നേഹമൊക്കെ എനിക്ക് നിങ്ങളോടുണ്ട്, പക്ഷെ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ഒന്നും അനുകൂലിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നും നേർവഴിക്ക് മാത്രമേ രാജേശ്വരി സഞ്ചരിച്ചിട്ടുള്ളൂ. ഇനി അതിനല്ലാത്ത ഒരു നിമിഷം ഉണ്ടാകണമെങ്കിൽ രാജേശ്വരി മരിക്കണം. രാഗിണിയുടെ മനസ്സിലും ഈ വിഷം കുത്തിവെച്ചായിരിക്കുമല്ലോ നിങ്ങൾ വളർത്തിയത്. എൻ്റെ കുടുംബത്തെ ഇവളെ പോലെ ഒരുത്തി കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തന്നെ മുച്ചോട് നശിപ്പിക്കും. വേണ്ട, ഈ ബന്ധം ഇനി എനിക്ക് താല്പര്യമില്ല എന്ന് തീർത്തു പറഞ്ഞ് നിവിനെയും കൂട്ടിക്കൊണ്ട് രാജേശ്വരിയും ഭർത്താവും കൂടി അവിടുന്ന് പോവാണ്. രാഗിണി ആ മണ്ഡപത്തിൽ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. രാഗിണിയുടെ അവസ്ഥ കാണുന്ന ജയപാലനും പ്രവീണയും തകർന്നു പോവാ. കാവേരിയോടും കുടുംബത്തോടും തീരാത്തത്ര പക ജയപാലന് തോന്നുക. അവളിന്ന് ഇവിടെ വന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് തൻ്റെ മകളുടെ ജീവിതം ഈ വിധം നശിച്ചു പോയത് എന്നൊരു ചിന്ത ജയപാലൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. രാഗിണിയും പകമുറ്റിയ പാമ്പിനെ പോലെ ജയപാലനോട് പറയാ, ആ കാവേരി അവൾ ഒറ്റ ഒരുത്തി കാരണമാ ഇന്ന് ഇവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. രാജേശ്വരി ആൻറ്റിക്ക് ഇത്രയും ദേഷ്യം നമ്മളോട് ഉണ്ടായത്. അവളെ സമാധാനത്തോടെ ജീവിക്കാൻ വിടരുത് എന്ന് പറഞ്ഞ് ജയപാലൻ്റെ അടുത്ത് നിന്ന് കരയുവാണ് കേട്ടോ. തൻ്റെ മകളുടെ അവസ്ഥ കാണുന്ന ജയപാലൻ പറയും, അവരുടെ പിന്നാലെ തന്നെ ഈ അച്ഛനുണ്ടാകും മോളെ. അവരെവിടെ പോയാലും നരകിപ്പിക്കും ഈ ജയപാലൻ. ഈ ജയപാലൻ്റെ ഒരു മുഖവേ കാവേരി കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ ആരാണെന്ന് അവൾ യഥാർത്ഥത്തിൽ അറിയാൻ പോകുന്നതേ ഉള്ളൂ. സമാധാനം എന്തെന്നറിയാതെ തള്ളയും മക്കളും എൻ്റെ മുന്നിലൂടെ നെട്ടോട്ട ഓടുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിന് കാണിച്ചു തരാം എന്ന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ നിവിൻ വളരെ സന്തോഷത്തിലാണ്.
താൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയെ വധുവായി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വന്നില്ലല്ലോ എന്നുള്ള സന്തോഷം. അതിന് കാവേരിയോട് അത്രയധികം സ്നേഹവും കടപ്പാടും ഒക്കെ നിവിന് തോന്നുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒക്കെ ആരും മറക്കരുത്.